ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗേളി കെയോ കൂക്കാട്. അപ്പം നമ്മൾ ഒരു ഇറ്റാലിയൻ വീട്ടിലെ ആദ്യത്തെ ഒരു ഡേ ലൈഫ്, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് ഇറ്റാലിയൻ വീട്ടിൽ എണീക്കും. അത് പല വീട്ടിലും പല രീതിയിലുള്ള സമയങ്ങളായിരിക്കും. ചിലവർ നേരത്തെ എണീക്കണവരുണ്ടാവും, ചിലവർ വൈകി എണീക്കണവരുണ്ടാവും. അങ്ങനെ കാരണം അമ്മമ്മമാരുടെ ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എണീക്കണ ടൈമും. പക്ഷെ നമ്മൾ അവരെക്കാളും മുമ്പ് എണീറ്റിട്ട് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനുശേഷം കഫേ വെക്കണം. ചില വീടുകളിൽ കഫേ നിർബന്ധമാണ്. ചില അമ്മമ്മമാർ കഫേ കഴിക്കില്ല, അവർ ചായ ആയിരിക്കും കഴിക്കുക. അപ്പോൾ കഫേ ആണ് കഴിക്കണമെങ്കിൽ അവർക്ക് ഇതേപോലത്തെ ഒരു ഇതുണ്ടാവും. ഇതാണ് കഫേയുടെ ഒരു ബോട്ടിലാണ്. ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കണ ഒരു ഇതുണ്ടാവും. അതിവിടെ ഇല്ല, ഇന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഇവിടെ ഒരു ചെറിയൊരു ഫണൽ പോലത്തെ, നമ്മുടെ നാട്ടിൽ ഈ ഫണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അതുപോലത്തെ ഒരെണ്ണുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോഫിയുടെ പൗഡർ ഇട്ടിട്ട് ഇത് അടച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ചൂടാക്കി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഇത് കണ്ട ഈ സാധനത്തിൻ്റെ മേളിൽ കൂടെ ഇതിലേക്ക് കഫേ വരും, നമ്മുടെ കാപ്പി വരും. ആ കാപ്പി അമ്മമ്മമാർ ചിലവർ ഡയറക്റ്റ് കുടിക്കും, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കും. പിന്നെ ചിലവർ അതിൽ പാല് ചേർത്ത് കുടിക്കണവരുണ്ട്, ചിലവർ അതിൽ പാലും പഞ്ചസാര ഇട്ട് കുടിക്കണവരുണ്ടാവും. പിന്നെ ചിലവർ ഓർസോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതും ഈ കാപ്പിപ്പൊടി പോലത്തെ സാധനം തന്നെയാണ്, അതും കുടിക്കണവരുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തതിന് ശേഷം അവർ കൂടുതലും ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് രാവിലെ കഴിക്കുക. പിന്നെ അപൂർവം ചില ആളുകൾ മാത്രം ചിലവർ ഓട്സ് കഴിക്കണവരുണ്ട്. പിന്നെ അതിനുശേഷം ഇവരെ നമ്മൾ രാവിലെ ചിലവർ ശരീരം എല്ലാം അമ്മമ്മമാരുടെ എല്ലാവരെയും വൃത്തിയാക്കിയതിന് ശേഷമാണ് കൊളസിയോണ കഴിക്കുള്ളൂ. അപ്പോൾ ചിലവർ അങ്ങനെയല്ല, ചിലവർ ഈ കൊളസിയോണ കഴിച്ചതിന് ശേഷമാണ് അവർ അവരുടെ ദിനകൃത്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ചിലവർ ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യും. ചിലവരെ നമ്മൾ നടക്കണ അമ്മമ്മമാരാണെങ്കിൽ ചിലവരെ നമ്മൾ നടക്കണ സ്പീഡിൽ നടന്ന് അല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ട് ചെയ്യണ അമ്മമാരാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പക്ഷേ ചില അമ്മമ്മമാർ നടക്കണത് വീൽചെയറിലൊക്കെ നടക്കണവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ വീൽചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസേരയില്ലേ, ഈ പ്രായമായ ആൾക്കാർ നടക്കാൻ പറ്റാത്തവർ നടക്കണ കസേര, ആ കസേരയിൽ നടക്കണവരാണെങ്കിൽ നമ്മൾ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ നമ്മൾ കൊണ്ടുപോയി ബാത്റൂമിൽ, ഇവിടുത്തെ ഒരു ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് കൂടെ ഒരു ചെറിയ ബിദേ പറയും. അത് ഈ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മോഡലിൽ തന്നെ, പക്ഷെ അതിൽ വെള്ളം ഇങ്ങനെ നിറയ്ക്കാൻ പറ്റും. നമ്മുടെ ബാത്ത് ടപ്പിൽ നമ്മൾ വെള്ളം നിറയ്ക്കില്ല, അതേപോലെ തന്നെ ഇതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നമ്മൾ ഇൻറ്റിമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ താഴെയുള്ള ഭാഗങ്ങൾ കഴുകണ ഒരു ഇതാണ്, ഒരു സോപ്പാണ്. ആ ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അവർ തന്നെ കഴുകണവരുണ്ടാവും. ചിലവർ അവർ കഴുകില്ല. നമ്മുടെ ഈ സ്പോഞ്ച് ഉണ്ട്, ചെറിയ സ്പോഞ്ച്, ആ സ്പോഞ്ച് വെച്ച് നമ്മൾ ചിലപ്പോൾ കഴുകി കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഗുവാന്തിയൊക്കെ ഇട്ടതിന് ശേഷം കൊണ്ട് കഴുകി കൊടുക്കണം. അത് ഒറ്റയ്ക്ക് അവർ ചെയ്യണവരുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു കൊടുക്കണവരും ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരത് വൃത്തിയാക്കി അവരെ പുതിയ വസ്ത്രം ഇടിയിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കൊളസിയോണോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കൊടുക്കണം. പിന്നെ ചില അമ്മമ്മമാർ കിടക്കണ അമ്മമ്മമാരിക്കും, അവരുടെ നമ്മൾ കട്ടിൽ കിടത്തി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ സ്നഗി, അതിൽ കെട്ടണ സ്നഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഷഡ്ഡി പോലത്തെ സ്നഗി ഉണ്ടാവും. ഇത് നമ്മൾ കട്ടുമ്പോൾ തന്നെ നമ്മൾ കട്ടുമ്പോൾ കിടത്തി തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തിയിട്ട് മാറ്റേണ്ടി വരും. അത് നമ്മൾ ഇത്തിരി ആരോഗ്യപരമായിട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കൈ കൊണ്ടും ഒക്കെ താങ്ങി പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റണം, എല്ലാ ദിവസവും ബെഡ് വിരിക്കണം. അത് നമ്മൾ ഇറ്റാലിയൻകാർ ഓരോ വീടുകളിലും ഓരോ രീതിയിലാണ്, അവർ പറയുന്ന രീതിയിൽ നമ്മൾ ബെഡ് വിരിക്കണം. അതിനുശേഷം നമ്മൾ അമ്മമ്മമാരെ വൃത്തിയാക്കി ചിലവർ ബെഡിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് പോലെ വിരിക്കും. അവർ മൂത്രം കിടക്കണ അമ്മമ്മമാരെ അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള അമ്മമ്മമാരെ രാത്രി ഈ സ്നഗി കെട്ടി കിടക്കണ അമ്മമ്മമാരെ എല്ലാവരുടെയും നമ്മൾ വിരിക്കും. കാരണം അവർ രാത്രി എങ്ങാനും അവർ മലവിസർജനം നടത്തി കഴിഞ്ഞാൽ ബെഡ് നനയാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ബെഡൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് അമ്മമ്മമാരെ കൊണ്ടുവന്ന് കസേരമ്മ കൊണ്ടുവരുത്തും. ചിലവർ നടക്കണവരാണെങ്കിൽ പയ്യെ നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തതെല്ലാം, കൊളസിയോണ കൊടുത്തതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കണം. പാത്രങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കണം. ഇപ്പോൾ മേശ വൃത്തിയാക്കാൻ അതനുസരിച്ച് ഉള്ള ലിക്വിഡുകളുണ്ട്.
പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡ് എല്ലാം ഒരേപോലത്തെ ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പം നമുക്കറിയില്ല ഇത് ഏത് ലിക്വിഡാണ്, നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് അതുമ്പോൾ പടമുണ്ട്, അതനുസരിച്ച് നോക്കിയിട്ട് തുടക്കത്തിൽ വന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്കി കണ്ട്. പിന്നെ അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ചിലവർ പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കാൻ പോകുന്നവരുണ്ട്, അങ്ങനത്തെ അങ്ങനെ ജോലി ചെയ്യണവരുണ്ട്. ഈ ജോലിയുടെ കൂടെ ചിലവർ വീട്ടിൽ മക്കൾ മേടിച്ചു കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്, അമ്മാമ്മയുടെ മക്കൾ. ചിലത് നമ്മൾ തന്നെ ജോലിക്കാർ തന്നെ 24 മണിക്കൂർ ജോലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ നിന്നിട്ടുള്ള ജോലി, അത് വേദാന്ത ജോലി 24 മണിക്കൂറുള്ള ജോലിയുടെ കാര്യങ്ങളാണ് ഈ പറയണത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അമ്മാമ്മയ്ക്ക് ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളികകൾ കൊടുക്കണം, ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളികകൾ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ബാത്റൂം വൃത്തിയാക്കണം, എല്ലാ കാര്യങ്ങളും നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ ചെയ്യണു അതൊക്കെ നമ്മൾ ചെയ്യണം. ഒരു കൊച്ചിനെ എന്തൊക്കെ ചെയ്യണു അതൊക്കെ അമ്മാമ്മയ്ക്കും ചെയ്ത് കൊടുക്കണം. എല്ലാ അമ്മമാർക്കല്ല, ഈ പറഞ്ഞ രോഗികളായിട്ടുള്ള അമ്മാമ്മമാർക്ക് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്. അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ത്യ ഫുഡ് വെക്കണവർക്ക് ഇന്ത്യ ഫുഡ് വയ്ക്കാം. ചില വീടുകളിൽ സമ്മതിക്കും, ചില വീടുകളിൽ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഇറ്റാലിയൻ ഫുഡ് തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. അതിനുശേഷം ഞാനിതിരി സ്പീഡിൽ പറയുന്നത് വെച്ചാൽ ടൈം കുറവുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഫുള്ള് പറഞ്ഞ് തീർക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് 2 മണിക്കൂർ അവർ തരും. ആ സമയത്ത് നമുക്ക് നാട്ടിലോട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാം, നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ പോകാം, നമുക്ക് നടക്കാൻ പോകാം. ചില വീടുകളിൽ സമ്മതിക്കും, ചില വീട്ടിൽ സമ്മതിക്കില്ല. അങ്ങനെ ഈ 2 മണിക്കൂർ നമുക്ക് റിപ്പോസാര എന്ന് പറയും, വിശ്രമ സമയം. ആ 2 മണിക്കൂറിന് ശേഷം 4 മണിയാകുമ്പോൾ അമ്മമ്മമാർക്ക് നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായയോ അല്ലെങ്കിൽ ചിലവർ ഇവിടെ ഒരു കാമോമില്ല എന്ന് പറഞ്ഞ ഒരു സൈസ് ഒരു പൊടി കിട്ടും, അത് രാത്രി ഒന്ന് ഉറങ്ങാനും അവരുടെ ശരീരത്തിന് നല്ലത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, ഒരു ബൂസ്ത പോലത്തെ ചെറിയൊരു പാക്കറ്റിൽ കിട്ടും. അത് വെള്ളം തിളപ്പിച്ച് അത് കൊടുക്കും. അപ്പം മെറാന്ത എന്ന് പറയണത് അവർ വൈകുന്നേരം ഭക്ഷണം കഴിക്കണ ഈ 4 മണിയാകുമ്പോൾ കഴിക്കണത് മെറാന്ത കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ അമ്മമാരോട് എടുക്കും. ചില അമ്മമാരെ നടത്തിക്കണം, ചില അമ്മമാരെ പുറത്ത് കൊണ്ടുപോകണം. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി അല്ലെങ്കിൽ വീട്ടിൽ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അമ്മാമ്മേനെ കൊണ്ടുപോയി കിടത്തുന്നതിന് മുമ്പ് അമ്മാമ്മേനെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ചില വീടുകളിൽ അമ്മമ്മമാർ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വൃത്തിയാക്കണം. പിന്നെ ഉച്ചയ്ക്ക് ചില വീടുകളിൽ കിടക്കണ അമ്മമ്മമാരാണെങ്കിൽ ആ സമയത്ത് സ്നഗി മാറ്റി കൊടുക്കണം. അതും കൂടി ഇമ്പോർട്ടൻ്റ്. 3 നേരം 4 നേരമൊക്കെ മാറ്റേണ്ടി വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവർ എന്താ പറയുക, എന്തെങ്കിലും അവർ ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സ്നഗി. ഇല്ലെങ്കിൽ നമ്മൾ 3 നേരം നമ്മൾ നിർബന്ധമായിട്ട് മാറ്റണം. കിടക്കണ നേരത്തും ഇതുപോലെ മാറ്റിയതിന് ശേഷം അമ്മാമ്മേനെ കൊണ്ടുപോയി കിടത്തണം. പിന്നെ അതേപോലെ അതിന് ശേഷം ഇത് കടക്കളയൊക്കെ നമ്മൾ ക്ലീനായിട്ടിരിക്കണം, നല്ല വൃത്തിക്ക് തുടച്ച് അടിച്ച് വാരി. അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം കാണാൻ പാടില്ല. ഈ നമ്മൾ പാത്രം കഴുകണ ഇതില്ലേ, അതിലൊന്നും ഒരു തുള്ളി വെള്ളം കാണാൻ പാടില്ല. അതുപോലെ തുടച്ച് ക്ലീൻ ചെയ്തിടണം. അതിനുശേഷം രാത്രി അമ്മാമ്മേനെ കിടത്തിയതിന് ശേഷം നമ്മുടേതായ നമുക്കൊരു റൂം ഉണ്ടെങ്കിൽ റൂമിലേക്ക് പോകാം. അല്ലെങ്കിൽ ചിലവർ ഹാളിലാണ് കിടക്കണത്, ഹാളിൽ സോഫയുമായിരിക്കും കിടക്കണം. ചില വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു റൂം തരും, നമ്മൾ ആ ജോലി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ആ റൂമിൽ നമുക്ക് പോയി വിശ്രമിക്കാം. പിന്നെ ചില അമ്മാമ്മമാർ രാത്രി ഉറങ്ങണില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും. എന്നിട്ടും അവർ ഉറങ്ങണില്ലെങ്കിൽ നമ്മൾ രാത്രി എണീറ്റ് നടക്കുമ്പോൾ നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. ഈ എന്താ പറയുക, 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണ്. പിന്നെ നമുക്ക് ഒട്ടും പറ്റണില്ല, അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് രാത്രിക്ക് വേറെ ഒരാളെ ജോലിക്ക് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്തണവരുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങണം, അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ചില വ്യത്യാസങ്ങൾ പല വീടുകളിലും പല രീതികളും ഉള്ളവരുണ്ട് കേട്ടോ. പിന്നെ ചില വീടുകളിൽ വീട് വൃത്തിയാക്കാൻ ഒരാൾ പുറത്തുനിന്ന് വരും, ചില വീടുകളിൽ വരില്ല. പിന്നെ ഇവിടുത്തെ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇറ്റാലിയൻ വീടുകൾ അടിച്ചു വാരി തുടയ്ക്കുക, പൊടി വൃത്തിയാക്കുക. അപ്പോൾ ആ വീട്ടിലെ എല്ലാവരും പറയണ പണികളൊക്കെ ചെയ്യണം. 1 മണിക്കൂറിന് ഒരു 10 യൂറോ തരും. 10 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 93 രൂപയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 93 രൂപയാണ് അത് തരും. ചിലർ അതിൽ കൂടുതൽ 12 യൂറോ വരും, 13 യൂറോ വരും. അങ്ങനെ ജോലിക്ക് പോകണവരുണ്ട്. അതിനെ പറയുന്നത് പുളിയിരപ്പണിക്ക് പോകണമെന്ന് പറയണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. അവർക്കും ഇതേപോലൊക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് 2 ഷിഫ്റ്റായിട്ട് ജോലി ഉണ്ടാവും, ചിലപ്പോൾ 1 ഷിഫ്റ്റായിട്ടായിരിക്കും. ഇവിടുത്തെ രീതികൾ അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലികൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ജോലികളല്ല. നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ അടിച്ച് പൊളിച്ച് കാശ് ചിലവാക്കണോ, എന്താ അവൻ്റെ പവർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും.
അവനെ കാറ് മേടിക്കണു അല്ലെങ്കിൽ ഇത് മേടിക്കണു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിലുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ നാട്ടിലുള്ളവർ ആ പൈസ പെട്ടെന്ന് തീർക്കും. ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ അവർക്കും ഈ പറഞ്ഞോണം പൈസയുടെ ഇത് അറിയുന്നില്ല എങ്ങനെയാണ്. ഇപ്പോൾ ഒരു യൂറോ നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് അതിനും വേണ്ടി ഇറ്റാലിയൻകാരെ നമ്മളെ കഷ്ടപ്പെട്ട് ജോലി എടുത്താലാണ് ആ പൈസ തരുള്ളൂ. വെറുതെ ഒന്നും ഒരു യൂറോ അവർ തരത്തില്ല. അതാണ് ഇറ്റാലിയൻകാരുടെ പ്രത്യേകത. അപ്പം നമ്മൾ അതുപോലെ നമ്മൾ പണിയെടുത്തിട്ടാണ് ഇവിടുന്ന് നാട്ടിലേക്ക് ആളുകൾ പൈസ അയക്കണതും. ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ ലക്ഷങ്ങളുടെ കടമായിട്ട് തന്നെ. ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നല്ലൊരു കടമായിട്ടാണ് വന്നേക്കണേ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അവർ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന്. നമ്മളാകെ ഉള്ളത് വ്യാഴവും ഞായറും ഉള്ള അവധി. ആ അവധിക്ക് പോകുമ്പോൾ നമ്മളിടണ ഫോട്ടോസോ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും അടിച്ച് പൊളിച്ചല്ലേ ഇറ്റലിയിൽ ജീവിക്കണത്, എന്താ അവൻ്റെ പവർ നോക്കി. അവിടെ ചെന്ന് ഇപ്പം മല മറിക്കുക. ഇപ്പം ഇറ്റലി പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോടികൾ വീട് വയ്ക്കുക. ഈ വീടൊക്കെ വെക്കണത് ലോണൊക്കെ എടുത്തിട്ടാണ്. പിന്നെ കുറേ പേര് സേവിങ്സ് ആയിട്ട് ലക്ഷങ്ങൾ, ഇപ്പം നാട്ടിൽ വേറെ ഭർത്താവായാലും വേറെ ഫാമിലിയിൽ വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ കുറച്ച് സേവിങ്സൊക്കെ ഉണ്ടാക്കി വെച്ചവരും അങ്ങനെയും മേടിക്കണവരുണ്ട്. പിന്നെ ചിലവർ ലോണൊക്കെ എടുത്തിട്ടാണ് നാട്ടിൽ വീടും അതുപോലെ കാറും അതിൻ്റെ നെട്ടോട്ടമാണ് അടയ്ക്കാനായിട്ടുള്ള ഓട്ടമാണ് നാട്ടിൽ ഈ പറഞ്ഞോണം. അങ്ങനെയും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഈ പൈസയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലുള്ളവരാണെങ്കിലും ഇങ്ങനെയാണ് ഇവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണേന്ന്. പക്ഷേ ഇറ്റലി എന്ന് കേൾക്കുമ്പോൾ വേഗം, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് കേൾക്കുമ്പോൾ ഓടി പോണ ആൾക്കാരോട് ഞാൻ പറയണം. കാരണം ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് ഡിപ്രഷൻ. ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും നമ്മൾക്ക് എന്താ പറയുക, അവരുടെ ചില അമ്മമാർ ഉപദ്രവിക്കും, ചിലവർ നല്ല സ്നേഹം ഉണ്ടാവും. അത് നമ്മുടെ യോഗം ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നാട്ടിലുള്ളവർക്ക് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം ഓരോ പ്രവാസികളും എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഗൾഫിലാണെങ്കിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ. പക്ഷേ നാട്ടിലുള്ളവർക്ക് പൈസ കിട്ടുമ്പോൾ ഇതിനൊരു വാല്യൂ ഇല്ല. അത് നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അതിനും വേണ്ടി ഇപ്പോൾ ഹോട്ടൽ ജോലി ചെയ്യണവരാണെങ്കിലും അവരാണെങ്കിൽ രാവിലെ ഒടുങ്ങി വൈകുന്നേരം വരെ നിന്നാണ് ജോലി ചെയ്യണത്. ഒരു രക്ഷയില്ലാത്ത ജോലിയാണ്. പിന്നെ ഞങ്ങൾക്ക് വേദാന്തകൾക്ക് പിന്നെയും വിശ്രമിക്കാനുള്ള സമയമെങ്കിലും കിട്ടണം. അവർക്ക് അതുപോലും കിട്ടണില്ല. അതിനും വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞോണം ഹോസ്പിറ്റലുകളിൽ ജോലി എടുക്കണവരാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും അവരൊക്കെ ഈ 8 മണിക്കൂർ 9 മണിക്കൂർ നിന്ന് പണിയെടുക്കണവരുണ്ട്. അപ്പം ഇവിടുത്തെ ജോലിയുടെ സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ജോലിയുടെ രീതികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിലിപ്പം നമുക്കിപ്പോൾ ഒരു ബദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം നേഴ്സായിട്ടുള്ള ജോലിയാണ് ഏറ്റവും സുഖമെന്ന് പറയാം. എന്ന് വെച്ചാൽ വലിയ സുഖമൊന്നുമല്ല ഞാൻ പറയണത്. കാരണം നമ്മുടെ അവിടെ 24 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും. അത് വേറൊരു കേസ്. അങ്ങനെ ജോലി ചെയ്യണവർക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും കാരണം നമുക്ക് 2 മണിക്കൂർ വിശ്രമം കിട്ടും. പിന്നെ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും ആ ജോലിയിൽ. ഡോക്യുമെൻ്റ് ഉള്ളവർക്ക് കിട്ടും, ഡോക്യുമെൻ്റ് ഇല്ലാത്തവർക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് നമ്മുടെ അക്കോമഡേഷൻ്റെ പൈസ പോണില്ല, ഫുഡിൻ്റെ പൈസ പോണില്ല. പിന്നെ നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ആ പൈസ ചിലവ് വരുന്നതും കാര്യങ്ങളും. ബാക്കി ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അത്രയും ചിലവുകൾ കാര്യം വന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ, ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ പൈസ മുടക്കണം. ഇതാണ് ഇവിടുത്തെ രീതി, ഇവിടുത്തെ സിറ്റുവേഷൻ. ഇതെല്ലാവരും മനസ്സിലാക്കി പുറം രാജ്യത്തുള്ള ആൾക്കാരുടെ ആ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ നാട്ടിലുള്ളവർ, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇവിടെ വന്നാലുള്ള സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ താങ്ക്സ്. ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.